പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് പറയാനുള്ളത്, എന്റെ പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇതൊരു വാട്സപ്പിന്റെ ലോകമാണ്, ഓൺലൈൻ യുഗമാണ്. ഈ ഓൺലൈനിൽ എന്തെല്ലാമോ പറഞ്ഞു വിടുന്നവരുണ്ട്, എന്തെല്ലാമോ പ്രഖ്യാപിക്കുന്നവരുണ്ട്. പലരും ഞങ്ങൾ ഇസ്ലാമെന്ന് രാജിവെച്ചു എന്ന് പറയാൻ വേണ്ടി വരുന്നു. വളരെ ചുരുങ്ങിയ കക്ഷികളാണ്, പക്ഷേ അവർ ലോക വിവരമില്ലാത്തവരാണ്. അവരൊന്ന് യൂറോപ്പിൽ ചെന്ന് നോക്കട്ടെ, അമേരിക്കയിൽ ചെന്ന് നോക്കട്ടെ, ബ്രിട്ടനിൽ ഒന്ന് ചെന്ന് നോക്കട്ടെ. അവിടെയൊക്കെ പോയാൽ കാണാം ദിനേന ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. എത്രയോ സ്ഥലങ്ങളിൽ അവരതാ ചർച്ചുകൾ പള്ളിയാക്കുകയാണ്, സ്വന്തമായി ആരാധിച്ച ചർച്ചുകൾ അവർ പള്ളിയാക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി പരിഷ്കരിച്ച ജനങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ തുടക്കത്തിൽ കേട്ടതുപോലെ പാവം പേരോട് ഉസ്താദിന്റെ ഒരാശങ്ക, അതാണ് നമ്മൾ ഇന്നത്തെ സംസാര വിഷയം. അതിനിടയിൽ അദ്ദേഹം തമാശ പോലെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ തനതായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന ചില തള്ളുകൾ കൂടിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പേരോട് ഉസ്താദ് ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം നമ്മളിവിടെ വളരെ വൈകാരികമായിട്ട് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ, മതനിഷേധികൾ, അത്തരം ആളുകളുടെ വയലുകൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ ഒന്നും കേൾക്കരുത്, അതിൻ്റെ കൂടെ പോകരുത്, അതിന് മറുപടി പറയാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചങ്ക് പൊട്ടി നിലവിളിക്കുന്ന ഒരു വീഡിയോ, അക്ഷരാർത്ഥത്തിൽ കണ്ണും മൂക്കും ചീറ്റി നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസികളായിട്ടുള്ള ആളുകളോട് വിമർശകരുടെ വീഡിയോകൾ കാണാതിരിക്കാനും അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പോകാതിരിക്കാനും അവരെ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനും അവർ ഉയർത്തിവിടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കാതിരിക്കാനും ഒക്കെയുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം അതിന് സമാനമായിട്ടുള്ള മറ്റൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്നോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് പറയാനുള്ളത്, എന്റെ പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇതൊരു വാട്സപ്പിന്റെ ലോകമാണ്, വാട്സപ്പ് യുഗമാണ്, ഓൺലൈൻ യുഗമാണ്. ഈ ഓൺലൈനിൽ എന്തെല്ലാമോ പറഞ്ഞു വിടുന്നവരുണ്ട്, എന്തെല്ലാമോ പ്രസംഗിച്ചു വിടുന്നവരുണ്ട്, എന്തെല്ലാമോ പ്രഖ്യാപിക്കുന്നവരുണ്ട്. വാട്സപ്പ് യുഗം, ഓൺലൈൻ യുഗം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് TV ഉള്ള വീടുകളിൽ ഇബ്ലീസ് മാത്രമാണ് ഉണ്ടാവുക എന്നും അവിടെ മലക്കുകൾ വരില്ല എന്നും പറഞ്ഞ് TVക്കെതിരെ ബഹളമുണ്ടാക്കിയിരുന്ന പണ്ഡിതന്മാരുടെ ആ തലമുറയിൽപ്പെട്ട ആളാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ആ കാലമൊക്കെ പോയി. മൊബൈൽ വന്ന സമയത്ത്, കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇതിനൊക്കെ എതിരെ, ഇതൊക്കെ കുട്ടികളെ ദീനിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകും എന്ന് അവരുടെ ദീർഘവീക്ഷണം, അത് നമ്മൾ പറയാതെ പോകാൻ പാടില്ലല്ലോ. അപ്പം അന്നൊക്കെ അതിനെ ഇബ്ലീസിന്റെ കെണികൾ എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചിരുന്ന, അതിൽ നിന്ന് അകലം പാലിക്കണം, അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്ന മൂല്യന്മാരുടെ പിന്മുറക്കാർ, അല്ലെങ്കിൽ ആ മൂല്യന്മാർ തന്നെ ഇപ്പോൾ വന്നിട്ട് ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ പല ആളുകളും പലതും പറഞ്ഞു വിടുന്നുണ്ട്. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ പറയുന്നത്. അതിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദിയുണ്ട്, നിരീശ്വരവാദിയുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ച് സംസാരിക്കുന്നവരുണ്ട്, ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്, ഔലിയാക്കളെ കുറ്റം പറയുന്നവരുണ്ട്, ഔലിയാക്കളെ കറാമത്തിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതിൽ ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പോരാഞ്ഞിട്ട് ഇസ്ലാമിനകത്ത് നിന്ന് തന്നെ കറാമത്ത് കഥ പറഞ്ഞ് കയ്യിന്ന് പോയ ആൾക്കാർ വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ കറാമത്ത് കഥകൾ പറഞ്ഞ് അത് പെരുപ്പിച്ച് പറഞ്ഞ് വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. അപ്പൊ ഈ എണ്ണി പറഞ്ഞ ആളുകളൊക്കെ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നവരാണ്. അതിൽ ഇദ്ദേഹം എണ്ണി പറഞ്ഞവരുടെ കൂടെ വേറൊരു വിഭാഗത്തെ കൂടി അദ്ദേഹം പറയുന്നത് വളരെ കൗതുകകരമായിട്ട് തോന്നി. അതുകൂടെ കേൾക്കാം. കറാമത്ത് പറഞ്ഞ് അതാ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതും പറഞ്ഞിട്ട് ജനങ്ങളെ സംശയിപ്പിക്കുന്നവരുണ്ട്. ഇതിലൊന്നും നമ്മളെ ശ്രദ്ധ കൊടുക്കരുത്. അപ്പൊ കേവലം ഇസ്ലാമിനെയും വിമർശിക്കുന്നവരും മതമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഇസ്ലാമിനെ പൊക്കിയടിക്കാനും പ്രഭാഷണം നടത്താനും മൂല്യന്മാരുടെ കറാമത്ത് കഥ പറയാനും വന്ന് ആ കറാമത്ത് കഥ കേട്ട് ആൾക്കാരുടെ വിശ്വാസം പോകുന്ന അവസ്ഥയിലുള്ള കുറച്ച് കറാമത്ത് തള്ളുകാരും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒന്നും കെണിയിൽ നിങ്ങൾ ആരും പോയി വീഴരുത്. അതിന് പകരം നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കരുതെന്നോ വാട്സപ്പ് ഉപയോഗിക്കരുതെന്നോ ഫേസ്ബുക്കിൽ കയറരുതെന്നൊന്നും ഉസ്താദുമാർ ഇനി പറയൂല. അതൊക്കെ പണ്ട് ഒരു അറിവില്ലായ്മയുടെ കാലത്ത് വെറുതെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് അവർ പറഞ്ഞതാണ്. ഇപ്പോൾ അതൊന്നും ആരും പറയൂല. കാരണം ഈ ഉസ്താദ് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ
യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത്യാവശ്യം ഒരു 25,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് തന്നെ പല പ്രഭാഷണങ്ങളും ഇപ്പോൾ യൂട്യൂബിൽ വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അക്ബർ സാഹിബിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉസ്താദ് ഒരുപാട് പുറകിലാണ്. എന്നാലും ഉസ്താദ് അത് സജീവമായിട്ട് ചെയ്യണം, യൂട്യൂബിലൂടെ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം ടെക്നോളജി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശക്തമായിട്ട് എതിരായിട്ട് പ്രവർത്തിക്കാൻ. അപ്പം എന്തായാലും ഇപ്പോൾ ഉസ്താദ് ആരോടും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ലല്ലോ ഉസ്താദ് പറയുന്നത്. ഉസ്താദ് ആകെ പറയുന്നത് ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, അവരുടെ ഒന്നും വീഡിയോ കേൾക്കുകയോ അവരുടെ പ്രസംഗം കേൾക്കുകയോ അവരുടെ എഴുത്തുകൾ വായിക്കുകയോ ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ നല്ല തെക്കവയുള്ള ഇൽമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടോളൂ. ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചെറിഞ്ഞോളൂ. ഒരിക്കലും അല്ലാഹു ജല്ല ജലാലുഹു അവനെ അംഗീകരിക്കാത്ത, അവനെ സ്നേഹിക്കാത്ത, അവനെ ചോദ്യം ചെയ്യുന്ന ഒരു യുക്തിവാദിയുടെയും ഒരു നിരീശ്വരവാദിയുടെയും ഒരു മതവിരോധിയുടെയും എന്തെങ്കിലും ക്ലിപ്പുകളോ വാചകങ്ങളോ കേട്ട് നിങ്ങൾ ഇസ്ലാമിൽ സംശയാലുക്കളാകരുതേ. ഇതൊരു മുന്നറിയിപ്പും അതിന്റെ കൂടെ തന്നെ ഒരു അപേക്ഷയുമാണ്. നിങ്ങൾ ഒരിക്കലും മതനിഷേധികളുടെ അല്ലെങ്കിൽ മതവിമർശകരുടെ, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ ഒന്നും ക്ലിപ്പുകൾ കേൾക്കരുത്. ഇനി എങ്ങാനും അറിയാതെ കേട്ടുപോയാൽ അതിൽ നിങ്ങൾ ഒരിക്കലും സംശയം ഉണ്ടാവരുത് എന്ന് ഉസ്താദിനോടും ഉസ്താദിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന പുതിയ തലമുറയിലുള്ള ആളുകളോടും പറയാണ്. ഉസ്താദ്, ഇത് സംഗതി ഒരുപാട് വൈകിപ്പോയി എന്നാണ് എനിക്ക് നിങ്ങളോട് വ്യസന സമേതങ്ങൾ അറിയിക്കാനുള്ളത്. കാരണം ഇത് സംഗതി കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പം നമ്മളിത് കാണരുത്, മിണ്ടരുത് എന്ന് പറയുന്നിടത്തുനിന്നൊക്കെ കൈവിട്ട് പോയി. എല്ലാവരെയും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചുകൊണ്ടുവന്നത് ഈ എം അക്ബറിനെ പോലെയുള്ള ആളുകൾ, അവർ നടത്തിയുള്ള സംവാദങ്ങൾ, പിന്നെ നിങ്ങൾ നടത്തിയുള്ള ഖണ്ഡനങ്ങൾ, മണ്ണനങ്ങൾ, ഈ വക സാധനങ്ങളൊക്കെ യൂട്യൂബിൽ കൊടുന്ന് തള്ളി വിശ്വാസികൾ ഇതെല്ലാം കൂടി കേൾക്കാൻ പോയി. നമ്മളും അവിടുന്ന് ഇതൊക്കെ കേട്ടു. അപ്പോൾ അതിലുള്ള ചില കാര്യങ്ങളോട് മറുപടി പറയണം തോന്നി അവിടെ തന്നെ പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? പേരോട് ഉസ്താദിൻ്റെ പുതിയ വയൽ കേൾക്കാൻ വരുന്നവര് ഇപ്പുറത്ത് ജബ്ബാർ മാഷിന്റെ വീഡിയോ കാണാൻ തുടങ്ങി, മറ്റു പല ഇസ്ലാം മത വിമർശകരുടെ വീഡിയോ കാണാൻ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം കൂടെ ആകെ കുഴഞ്ഞ് മറിഞ്ഞ ഒരു അവിയൽ പരുവത്തിലാണ്. അപ്പോൾ ഇനി വൈകിയ വേളയിൽ ഉസ്താദ് വന്ന് നിന്നിട്ട് ഇനി ഇതിന്ന് വേർതിരിച്ച് കാണണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടായിരിക്കും. ഇപ്പോൾ ഈ വിശ്വാസികളിൽ പല ആളുകളും ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പം പേരോട് ഉസ്താദിന്റെ 2 വീഡിയോ കഴിയുമ്പോൾ എൻ്റെ ഒരു വീഡിയോ ചെയ്യും, കാണും, അല്ലെങ്കിൽ വേറെ ജബ്ബാർ മാഷിന്റെ കാണും, അല്ലെങ്കിൽ വേറൊരാളുടെ കാണും. അങ്ങനെ വരുമ്പോൾ ആളുകൾ അത് കൗതുകത്തിന്റെ പുറത്തും തൊട്ട് നോക്കും. കാരണം നിങ്ങൾ പറഞ്ഞ ഒരു സാധനത്തിന്റെ വേറൊരു വേഷം നമ്മൾ പറയുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് അവർ തൊട്ട് നോക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഐറ്റം തിരിച്ച് എങ്കിലേ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളുടെ വീഡിയോകൾ മാത്രം ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉസ്താദിന് അയച്ചു കൊടുക്കണം. അത് ഉസ്താദ് വിശ്വാസികളുടെ ഇടയിൽ വിതരണം ചെയ്യട്ടെ. എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് കാണാൻ കയറുന്നവൻ എല്ലാവരും കാണും, എല്ലാം കേൾക്കും. അതിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും, അവർ അന്വേഷിക്കും, അവർ പഠിക്കും, അവർ വായിക്കും. അല്ലാതെ ഒരു വീഡിയോ ആണ് കേൾക്കുമ്പോഴത്തേക്ക് തീരുമാനമെടുത്ത് നിലപാടെടുത്ത് പോകുന്നല്ലോ. അതിന് അബൂബക്കർ സിദ്ദീഖുമാരൊന്നല്ലല്ലോ ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും. കേട്ടു, വിശ്വസിച്ചു, അങ്ങനെയല്ലല്ലോ. അവരത് പരിശോധിക്കും, ആലോചിക്കും. അതുകൊണ്ട് ഉസ്താദ് ബേജാറാവണ്ട. ഉസ്താദ് പറയണത് യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും അല്ലെങ്കിൽ മതവിരോധികളുടെയും കേൾക്കരുതെന്നല്ല. ഞാൻ പറയുന്നത് എല്ലാ മൂല്യന്മാരെ വയലും എല്ലാ വിശ്വാസികളും കേൾക്കണം എന്നാണ്. ഖുർആൻ വായിക്കണം എന്നാണ്. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. പേരോട് ഉസ്താദിന്റെ വയലും കേൾക്കണം, മുള്ളൂർക്കാരന്റെ വയലും കേൾക്കണം, എം അക്ബറിന്റെയും കേൾക്കണം, മുജാഹിദ് വാൽശേരി എല്ലാവരുടെയും കേൾക്കണം. പിന്നെ അതിന്റെ കൂടെ നമ്മളുടെ ഇടയ്ക്കൊന്ന് കേട്ടോ, 10 മൗലിയരെ വയൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ഞങ്ങളത് കാണും, കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഉസ്താദെ സമയം വൈകി എന്നാണ് ആ കാര്യത്തിൽ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്രിക്കോഷൻ അത് ഇനി പര്യാപ്തമല്ല. ഞങ്ങൾ ഇസ്ലാമെന്ന് രാജിവെച്ചു എന്ന് പറയാൻ വേണ്ടി വരുന്നു. വളരെ ചുരുങ്ങിയ കക്ഷികളാണ്, പക്ഷേ അവർ ലോക വിവരമില്ലാത്തവരാണ്. ഉസ്താദ് പറഞ്ഞത് ലോക തോൽവി അല്ലെങ്കിൽ ലോക വിവരമില്ലായ്മ അങ്ങനെയല്ല കേട്ടോ. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ്, ഈ മതം വിട്ടു വരുന്നവരാണ് എന്ന് പറയുന്ന എന്നെ പോലെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ലോകവിവരം ഇല്ല, അതുകൊണ്ടാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ലോകം ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അറിയാതെയാണ് വീണ്ടും വിചാരമില്ലാതെ ഇസ്ലാം എന്ന് പുറത്തു ചാടിയത് എന്നാണ് ഉസ്താദിന്റെ ആക്ഷേപം. അവരൊന്ന് യൂറോപ്പിൽ ചെന്ന് നോക്കട്ടെ, അമേരിക്കയിൽ ചെന്ന് നോക്കട്ടെ, ബ്രിട്ടനിൽ ഒന്ന് ചെന്ന് നോക്കട്ടെ. അവിടെയൊക്കെ പോയാൽ കാണാം ദിനേന ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. എത്രയോ സ്ഥലങ്ങളിൽ അവരതാ ചർച്ചുകൾ പള്ളിയാക്കുകയാണ്. സ്വന്തമായി ആരാധിച്ച ചർച്ചുകൾ അവർ പള്ളിയാക്കുകയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി പരിഷ്കരിച്ച ജനങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ മനുഷ്യന്മാർ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്
ഇതാണ് സംഭവം. അപ്പൊ നമ്മളിവിടെ മതം വിട്ട ആളുകൾക്ക് ലോക വിവരമില്ലാത്തത് കൊണ്ടാണ്. കാരണം ലോകമാകെ ഇസ്ലാമിലേക്ക് ഒഴുകി ഒഴുകി അണഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു തെളിവ്. എന്ത്? ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകുമ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നത് ലോകത്തെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന ഉസ്താദിന്റെ വാദം. അടുത്തത്, ഇന്ന് ലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. ആ ശാസ്ത്രജ്ഞന്മാരിൽ ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്, പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു ശാസ്ത്രവും പറയാത്ത യുക്തിവാദി പടച്ചവനെ ചോദ്യം ചെയ്യുകയാണ്. ഇനി ഞാൻ പറയട്ടെ, പിന്നുള്ള തെളിവ് ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ദൈവവിശ്വാസികളാണ്. അതെന്താ മുസ്ലിങ്ങളാന്ന് പറയാത്തത്? യൂറോപ്പും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും എല്ലാം ഇസ്ലാമിലേക്ക് ഓരോ ദിവസവും കടന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്താ പറയണത്? എല്ലാവരും ദൈവവിശ്വാസികളാണ്. അവരെന്താ മുസ്ലിങ്ങളാന്ന് പറയാത്തത്? മുസ്ലിങ്ങളാന്ന് പറയാൻ അവിടെ എണ്ണിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? ശാസ്ത്രജ്ഞന്മാർ പോയിട്ട് ദൈവവിശ്വാസികളായതല്ല. ദൈവവിശ്വാസികളായ കുടുംബത്തിൽ ലോകത്ത് വലിയ ജനസംഖ്യ ദൈവവിശ്വാസികളായിരിക്കുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ലോകക്രമത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ദൈവവിശ്വാസികളായ മനുഷ്യർ അവർ പഠിച്ച് പിന്നെ ശാസ്ത്രജ്ഞന്മാരായതാണ്. അല്ലാതെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ശാസ്ത്രം പഠിച്ചിട്ട് അത് ദൈവത്തിന്റെ കറാമത്തുണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് മനസ്സിലായിട്ട് ദൈവവിശ്വാസികളായി മാറിയതല്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. പിന്നെ യൂറോപ്പൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ദൈവവിശ്വാസികളാണ് എന്ന് പറഞ്ഞ് ഒതുക്കുന്നത്? കാരണം ദൈവവിശ്വാസിയായ മതിയോ? മുസ്ലിം ആവണ്ടേ? ഇസ്ലാമിലേക്ക് വരണ്ടേ? ഇസ്ലാം അല്ലേ ശരി? ഇസ്ലാം മാത്രമല്ലേ ശരി? അപ്പൊ ഇത് രണ്ടും കൂടിയുള്ള കൺഫ്യൂഷൻ ഉസ്താദ് പറഞ്ഞുണ്ടാക്കിയിട്ട് ഇനി അത് കൂടുതൽ വിശ്വാസികൾ കേട്ട് അവർക്ക് ഇത് വേറെ കൺഫ്യൂഷനായി അവരിതെല്ലാം കൂടി കൊടുത്ത് ആലോചിച്ച് അവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണിയുണ്ടാവും. അപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല ഉസ്താദിന്റെ വീഡിയോ കണ്ടിട്ടും ആൾക്കാർ ഇസ്ലാം വിട്ടു പോകുന്ന പ്രശ്നം ഉണ്ടാവും. ഞാൻ 2-3 ദിവസം മുമ്പ് ഹുസൈൻ സലഫിയുടെ വീഡിയോ ഇതുപോലെ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്റെ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിവെട്ടിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2 പണ്ഡിതന്മാരിൽ ഒന്ന് ഹുസൈൻ സലഫിയാണെന്നും നിങ്ങളെ പേര് ഉസ്താദിന്റെ പേര് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. നിങ്ങളും ഹുസൈൻ സലഫിയും കൂടി നടത്തിയിട്ടുള്ള നാദാപുരം ഖണ്ഡനമാണ്. നിങ്ങളെ പണ്ഡിതന്മാർ കളവ് പറയുന്നു എന്നും പണ്ഡിതന്മാർ കൃത്രിമം കാണിക്കുന്നു എന്നും പണ്ഡിതന്മാർ അവരുടെ വാദം ജയിക്കാൻ, അവരുടെ സംഘടന ജയിക്കാൻ വേണ്ടി ഖുർആനിൽ തിരിമറി നടത്തുന്നു എന്നും മനസ്സിലായതും, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ, ഏത് പണ്ഡിതൻ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ച് ഇത് പഠിക്കാൻ, കൂടുതൽ സ്വതന്ത്രമായിട്ട് ഇതിനെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ എന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് ഉള്ള വഴിയിലേക്ക് തള്ളിവിടുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരിൽ ഒരാൾ താങ്കൾ കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ സദയം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉസ്താദിന്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമുണ്ടല്ലോ. അതെ, ആ ആശയമുണ്ട്. ആ ആശയത്തിനെ കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാം. അപ്പൊ അള്ളാഹു തആല കൊടുത്ത ആശയം, മുത്തുനബി പഠിപ്പിച്ച ആശയം എന്ന് പറയുമ്പോൾ, പ്രവാചകൻ പഠിപ്പിച്ച ആശയം എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് വിശ്വാസികളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് തെളിവെന്താണ്? നമ്മൾ ചോദിക്കുന്നതല്ല, ഇത് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അക്കാലഘട്ടത്ത് മുഹമ്മദിനോട് നിരന്തരമായിട്ട് ചോദിച്ചിരുന്ന ആളാണ്. അള്ളാഹുവിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല മുഹമ്മദെ, പക്ഷെ അള്ളാഹ് അയച്ച പ്രവാചകനാണ് താങ്കൾ എന്നതിന് താങ്കൾ തെളിവ് തരൂ, താങ്കൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം മുഹമ്മദിന് വലിയ തരത്തിൽ അരോസരം ഉണ്ടാക്കിയിരുന്നു എന്നും അതിനുശേഷം ഇനി ഏതെങ്കിലും തരത്തിൽ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിൽ വല്ല സത്യവും ഉണ്ടോ എന്നറിയാൻ വേണ്ടി മക്ക ഖുറൈശികൾ ഏർപ്പാടാക്കിയ 2 പേര് മദീനയിലുള്ള ജൂത പണ്ഡിതന്മാരുമായിട്ട്, പുരോഹിതന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നും അവര് തിരിച്ചു വന്ന് മുഹമ്മദിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, കൃത്യമായ ഉത്തരം കിട്ടുകയാണെങ്കിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് അവർ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ അത് പ്രകാരം മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അറിവ് കൊണ്ട് മുഹമ്മദിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ മുഴുവനായിട്ടും ജൂതന്മാരും ഒക്കെ മുഹമ്മദിന്റെ പ്രവാചകത്വം സ്വീകരിക്കുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ആ 3 ചോദ്യം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ഏകദേശം ആ ഒരു സമയം, ഒരു 2-3 മാസത്തെ മൊത്തത്തിലുള്ള ജീവിതം താറുമാറാക്കുന്ന അവസ്ഥയുണ്ടായി. ആ ചോദ്യങ്ങൾക്ക് പലതിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഈ ചോദ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ മറുപടി പറഞ്ഞു. ചിലത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അത് അള്ളാഹ് നമുക്ക് കുറച്ച് അറിയിച്ചു തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ചിലതിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ ഉത്തരങ്ങൾ നാട്ടിൽ അങ്ങനെ പലതും ഉണ്ട്, പക്ഷെ യഥാർത്ഥത്തിലുള്ള ഉത്തരം അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ 3 ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ മുഹമ്മദ്
പരാജയപ്പെടുകയും ഈ 3 കാര്യങ്ങളെയും തെറ്റായി മുഹമ്മദ് ചോദ്യം പോലും മനസ്സിലാവാത്ത രീതിയിൽ മുഹമ്മദ് ഉഴറുകയും ചെയ്തു എന്നുള്ളൊരു സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. അതിന്റെ വൈരാഗ്യമാണ് ഉക്കബത്ത് ബിൻ അബീ മുഅയ്ത്തിനെയും നളർ ബിൻ ഹാരിസിനെയും ബദറിൽ പിടിച്ചപ്പോൾ ചോദ്യം പറച്ചിലും ചെയ്യുന്നതിന് മുൻപ് കൊന്നുകളയാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് എന്താണ് തെളിവ് എന്ന് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം ആരും പറയാറില്ല. പക്ഷെ ഇവിടെ പേരോട് ഉസ്താദ് അതിനൊരു ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. അത് ഏതാണ്ട് അക്ബർ സാഹിബിന്റെ ഉത്തരം പോലെ ആയിപ്പോയി എന്ന് വ്യസന സമേതം ഒന്നുകൂടി അറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് ഖുർആൻ എന്നും തെളിവാണ്. ആ ഖുർആനിന്റെ അത്ഭുതങ്ങൾ തെളിവാണ്. ഇപ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയമല്ല. ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ തെളിവ് എന്താണ്? അത് ഖുർആനാണ്. അക്ബർ അക്ബർ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ദൈവികമാണ് എന്ന്. അതിലുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ്. എന്നതുപോലെ തന്നെ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്നും ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും പറഞ്ഞ മുഹമ്മദ് തന്റെ വായിലൂടെ തന്റെ നാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയപ്പെടുന്ന ഈ ഖുർആനിലാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് തെളിവുള്ളത്. നിങ്ങൾ കേട്ടോളി. ഇത്രയും സുന്ദരമായ പരിശുദ്ധ ഖുർആൻ ഏതൊരാൾക്കും ഖുർആൻ പഠിച്ചാൽ ഹബീബ് നബി തങ്ങൾ അല്ലാഹു പറഞ്ഞേച്ച റസൂലാണെന്നും അവർ പറഞ്ഞതെല്ലാം ഇവിടെ നടന്നിട്ടുണ്ടെന്നും നടക്കുമെന്നും 100% ബോധ്യപ്പെടും. അതെ, അപ്പൊ ഖുർആന് അതിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, തെളിവുണ്ട്. ഇതാണ് തെളിവ്. എന്ത്? മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനാണ് എന്നതിന്റെ തെളിവ് മുഹമ്മദ് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഖുർആനിന്റെ വചനങ്ങളാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്റെ തെളിവ് എന്താ? മുഹമ്മദ് പറഞ്ഞത് അള്ളാഹിന്റെ അടുത്തുള്ളതാണെന്ന്. മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകൻ എന്നുള്ള തെളിവ് എന്താ? മുഹമ്മദ് പറഞ്ഞു ഖുർആനിലുണ്ട് എന്ന്. ഇതന്നെ തെളിവ്. അള്ളാഹ്ക്കും മുഹമ്മദിനും ഖുർആനിനും ഇടയിൽ ജിബ്രീൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഇവർക്ക് 4 പേരെ, ഈ ജിബ്രീലിനാണെങ്കിൽ മുഹമ്മദ് നബിക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഇതാണ് ഇസ്ലാമിന് ആകെയുള്ള തെളിവ്. വേറൊരു തെളിവില്ല. അപ്പൊ ആകെയുള്ള തെളിവ് എന്താ? നമുക്കാകെ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് മുഹമ്മദ് മാത്രമാണ്. ബാക്കിയുള്ളത് ഖുർആനിന്റെ ദൈവികത, അതിനാകെ ഏതുമായിട്ടുള്ള ജിബ്രീൽ, അള്ളാഹ്, ഇത് 3 കാണാൻ അറിയത്താണ്. അപ്പൊ മുമ്പിലുള്ളത് ഖുർആനും മുഹമ്മദും. ഇതിനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പാവുന്ന എന്ത് തെളിവാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിൽ അത്ഭുതം. അതിലെന്താ അത്ഭുതമുള്ളത്? ആ ഖുർആൻ ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടി വന്ന മുഹമ്മദ് നബിയുടെ ജീവിതം, അതാണ് തെളിവെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ആ തെളിവിന്റെ കോലം അള്ളാഹ് അങ്ങനെ ഒരു അള്ളെങ്ങാനും മുഹമ്മദ് നബിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ അള്ളാഹ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കോലത്തിലൊരു പ്രവാചകൻ എന്ന രീതിയിൽ ഒരാൾ വന്നിട്ട് ജീവിച്ചിട്ട് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മദീന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ആ തെളിവ് വല്ലാത്തൊരു തെളിവായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഖുർആൻ സാക്ഷിയാണ് നബിയെ, ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്, ഒരു സാധാരണക്കാരനല്ല. മുഹമ്മദ് ഓതുകയാണ്, ജിബ്രീൽ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് ഒരു ഖുർആൻ വചനം പറയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നബിയോട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ. ഇതിലാകെ ഉള്ളത് മുഹമ്മദാണ്. ഹബീബ് നബി തങ്ങൾക്ക് ഒരു വർഗീയതയും ഇല്ലല്ലോ, വർഗീയത അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിച്ചിട്ടില്ലല്ലോ. അടുത്തതാണിത്. എന്തിനാണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനൊക്കെ മറുപടി പറയാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതെന്നാണ്. അപ്പൊ പ്രവാചകത്വത്തിന്റെ തെളിവ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് മുഹമ്മദ് നബി വർഗീയത പറഞ്ഞിട്ടില്ല, വർഗീയത കാണിച്ചിട്ടില്ല, വിഭാഗീയത ഉണ്ടായിട്ടില്ല, മുഹമ്മദ് നബി എല്ലാ മനുഷ്യന്മാരെയും തുല്യരായിട്ട് കണ്ട ആളാണ് എന്ന നിലവാരത്തിലാണ്. ഇനി അതിനുള്ള തെളിവ് അതിനേക്കാളും മാരകമാണ്. കേൾക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോൾ വഴി കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണമെന്ന് ചിന്തിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയെ വീട് വളഞ്ഞു എന്നുള്ള ഒരു സംഭവമുണ്ട്. മുഹമ്മദ് നബി മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ തൊട്ട് മുൻപായിട്ട്, അല്ലെങ്കിൽ ഹിജ്റ പോകുന്നത് ഇക്കാരണം കൊണ്ടാണ് എന്നാണ് വിശ്വാസികൾ സാധാരണ വിശ്വസിച്ച് പോരുന്നത്. എന്തായാലും മുഹമ്മദ് അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് രാത്രി രക്ഷപ്പെടുകയാണ് എന്നും മുഹമ്മദിന്റെ കൂടെ അബൂബക്കറാണ് കൂടെയുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയി സൗർ എന്ന ഗുഹയിൽ തൽക്കാലം ഒന്ന് വിശ്രമിച്ച് അവിടുന്ന് അങ്ങോട്ട് മദീനയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി വഴി കാണിക്കാൻ ഒരാൾ വേണം. അങ്ങനെ ആയപ്പം ഇതൊക്കെ പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബിക്ക് വർഗീയത ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് കേട്ടോ. അങ്ങനെ വഴി കാണിക്കാൻ കൂടെ കൂട്ടിയ ആൾ ആരായിരുന്നു എന്ന് അറിയുമ്പോഴാണ്
മുഹമ്മദ് നബിക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുമെന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത്. കേൾക്കാം. എന്തേ അല്ലാഹുവിന്റെ റസൂലിന് അന്നെ വഴി കാണിച്ചു കൊടുക്കൂലേ? അതുപോലെ പോകുമ്പോ ഒട്ടപ്പുറത്ത് കയറി പോകേണ്ടതുണ്ടോ? ഇസ്രാ മിറാജിനൊക്കെ അള്ള ബുറാഖ് എന്ന വാഹനത്തെ കൊടുത്തിട്ടില്ലേ? ആകാശ ലോകത്തൊക്കെ ചെറിയ സമയം കൊണ്ട് കൊണ്ടുപോയിട്ടില്ലേ? പിന്നെ എന്തിനാ നബിതങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടു പോകുന്നത്? അതിനൊക്കെ പല രഹസ്യങ്ങളുമുണ്ട്. ഇതൊക്കെ ഇവിടെ പറയാനിപ്പോ സമയമില്ല. ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഉസ്താദിന് തീരെ സമയമില്ല. പക്ഷെ എന്തിനാണ് ഇതൊക്കെ പിന്നെ ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ നീട്ടലിന്റെ അളവൊന്ന് കുറച്ചാൽ തന്നെ ഉസ്താദിന് കുറെ സമയം കിട്ടും എന്നാണ് എനിക്ക് ഉസ്താദിനോട് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് നബി വർഗീയവാദിയല്ല, അല്ല വർഗീയത പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയ കഥയുടെ ഇടയിൽ ഒരു ചെറിയ ചോദ്യം സാധാരണ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ചോദിക്കും. വിശ്വാസികളിൽ സംശയം ഉണ്ടാവാൻ ഒരു സാഹചര്യം ഉണ്ടാവും. എന്ത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുഹമ്മദ് നബിക്ക് വഴി കാണിക്കാൻ ആൾ വേണം എന്ന് ഒരവസ്ഥ എങ്ങനെ വരും സ്വാഭാവികമായിട്ട്? കാരണം അള്ളാന്റെ റസൂലിനെ അള്ള രക്ഷിച്ചു കൊണ്ടുപോകില്ലേ? ബുറാക്കിൽ ആകാശത്ത് പോയ ആൾക്ക് ഇവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ പിന്നെ അള്ള സഹായിക്കൂലേ എന്നൊക്കെയുള്ള ചില യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉസ്താദ് അതിന്റെ ആ സാധ്യത ആദ്യമേ അടക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊക്കെ ചില രഹസ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അവിടെ തോന്നുന്നത് വേറെ സംശയമാണ്. എന്തിനാണ് അള്ള ഇത്ര കഷ്ടപ്പെടുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുഹമ്മദ് നബിക്ക് വഴി അറിയില്ലേ? മുഹമ്മദ് നബിക്ക് വഴി അറിയാം. എന്തുകൊണ്ടറിയാം? മുഹമ്മദ് നബിയുടെ ഉമ്മാന്റെ വീട് അവിടെയാണ്, മദീനത്താണ്. മുഹമ്മദ് നബിയുടെ പിന്നെ ബന്ധുക്കൾ അവിടെയുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ ബന്ധുക്കൾ അവിടെയുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് മുഹമ്മദിന് വഴി അറിയില്ല? അത് മാത്രമല്ല, മുഹമ്മദ് 25-ാമത്തെ വയസ്സിൽ ഖദീജനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ 12-13 വയസ്സിലൊക്കെ എളാപ്പാന്റെ കൂടെ വല്യപ്പാന്റെ കൂടെയൊക്കെ കച്ചവടത്തിന് യാത്ര പോയിരുന്ന ആളാണ് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് മുഹമ്മദിന് മദീനയിലേക്ക് വഴി കാണിക്കാൻ വേറൊരാളുടെ സഹായം തേടേണ്ടി വന്ന ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. അല്ലാതെ അള്ള ബുറാക്കിൽ എന്തിന് ഇറക്കി കൊടുക്കാത്ത എന്താന്നൊക്കെ ഉള്ളത് അത് വലിയ യുക്തിവാദികളുടെ ചോദ്യമായിരിക്കും. ഞാനത് ചോദിക്കാറില്ല. അതിന്റെ ചോദ്യത്തിൽ കാര്യമില്ല. അപ്പൊ എന്തായാലും ആ ചോദ്യത്തിലൊന്നും വിശ്വാസികൾ ബുദ്ധിമുട്ടണ്ട. പക്ഷെ അങ്ങനെ അള്ള മുഹമ്മദിനെ അവിടുന്ന് തൂക്കിയെടുത്ത് മദീനയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാതിരുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും. ഹബീബായ നബിതങ്ങളുടെ അനുയായികൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ പ്രവർത്തിക്കുമ്പോ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകും. അവിടെയെല്ലാം അവർക്ക് മനസ്സിന് സ്ഥൈര്യവും ധൈര്യവും വേണം. അവർക്ക് മനക്കരുത്ത് കിട്ടണം. ഹബീബ് നബിതങ്ങൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തിയ ചരിത്രം അവരെ മനസ്സിലുണ്ടാകുമ്പോൾ അവരെ മനസ്സിന് വലിയ സമാധാനം കിട്ടും. അവര് പ്രവർത്തനത്തിൽ സജീവമായി മുന്നേറും. അവര് പതറിപ്പോകൂല. മനസ്സിലായോ? ഇതാണ് അതിന്റെ രഹസ്യം. ഉസ്താദ് ഒറ്റവാക്കിൽ പറഞ്ഞവരാണ്. അള്ള എന്തുകൊണ്ട് ബുറാക്കിൽ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സംവിധാനം കൊണ്ട് മക്കയിൽ നിന്ന് രാത്രി രക്ഷിച്ച് മുഹമ്മദിനെ മദീനയിലേക്ക് എത്തിച്ചില്ല എന്ന് ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിന്റെ ഉത്തരം വളരെ നിസാരമാണ്. അതൊരു പാഠമാണ്, ഒരു പ്രചോദനമാണ്. എന്ത്, മുഹമ്മദ് നബി മക്കയിൽ കഷ്ടപ്പെട്ടത്, പിന്നെ മുശ്രിക്കുകൾ മുഹമ്മദിനെ വളഞ്ഞു പിടിച്ചത്, അവിടുന്ന് മുഹമ്മദ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി മുഹമ്മദ് പിന്നെ എടുക്കുന്ന എഫേർട്ട്, സഹിക്കുന്ന ത്യാഗം, ഇതെല്ലാം കൂടി ഇനിയുള്ള മുസ്ലിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടി ഞങ്ങളെ നബി തന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഒരു പ്രചോദനമുണ്ടായി ഏത് കഷ്ടപ്പാടിലും ഏത് പ്രയാസത്തിലും ഇസ്ലാമിന് വേണ്ടി ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവീര്യം, അതിലൊരു മാതൃക അള്ളാഹ് മുഹമ്മദിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു എന്നാണ് പേരോട് പറയുന്നത്. ദീനീ പ്രവർത്തന രംഗത്ത് റഹ്മത്തുൽ ആലമീൻ നബിതങ്ങളുടെ ത്യാഗങ്ങൾ എപ്പോഴും മനസ്സിന് വലിയ സമാധാനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ മദീനത്തെത്തിക്കാൻ അല്ലാഹുവിനൊരു പ്രയാസമുള്ളത് കൊണ്ടല്ല. ആകാശ ലോകങ്ങൾ മുഴുവനും കൊണ്ടുപോയി ചെറിയ സമയം കൊണ്ട് എത്തിച്ച റബ്ബിന് അതൊരു പ്രശ്നമേ അല്ല. ഉണ്ടോ? അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ അള്ളാഹിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാല്ലാത്തതുകൊണ്ടോ മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു പിന്നെ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹ് കേൾക്കൂലാത്തതുകൊണ്ടോ ഒന്നല്ല. വരാനിരിക്കുന്ന കാലഘട്ടത്ത്, ഇന്നത്തെ കാലഘട്ടത്ത് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന വിശ്വാസികളായിട്ടുള്ള യുവാക്കൾക്ക് ഇത്രയും വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും അതിനിടയിൽ ഇസ്ലാമിന് വേണ്ടി അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം എന്ന രീതിയിൽ മുഹമ്മദ് നബി ഒന്ന് കഷ്ടപ്പെട്ടു എന്ന് മാത്രം നിങ്ങളതിനെ കണ്ടാൽ മതി. അല്ലാതെ അള്ളാഹ്ക്ക് പറ്റാത്തതുകൊണ്ടല്ല. എന്നാലും ഈ ചോദ്യം ഉസ്താദിനെ ഉണ്ടാക്കി ഉസ്താദിന് ഉത്തരം പറഞ്ഞാണ്, നമുക്ക് അതിൽ പങ്കില്ല. ഉസ്താദ് പറയാൻ ശ്രമിച്ചത് ഇവിടെ മുഹമ്മദ് നബി വർഗീയത പഠിപ്പിച്ചിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ വഴികാട്ടിയായിട്ട് മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയത് ആരായിരുന്നു എന്നുള്ളതാണ് ഉസ്താദിന്റെ ചോദ്യം.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പോകുന്ന സമയത്ത് വഴി കാണിക്കാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി. ആരോടാണ് വഴി കാണിക്കാൻ ആളെ കൊണ്ടുവരാൻ പറഞ്ഞത്? ആരെയാണ് കൂട്ടിയത്? അബ്ദുല്ലാഹി ഇബ്നു അരീഖ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആരാണ് നബിതങ്ങൾക്ക് വഴി കാണിക്കാൻ മദീന വരെ പോകുന്നത്? വെറുതെ അല്ല, പണം കൊടുത്തിട്ടാണ്, പൈസയും കൊടുത്താ കൂട്ടിയത്. പക്ഷെ അയാൾ ആരാന്നറിയോ നിങ്ങൾ? അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയായ മുസ്ലിമായിരുന്നു. അപ്പൊ മുഹമ്മദ് നബി പൈസ കൊടുത്തിട്ട് ഒരു വഴികാട്ടിയ ഒരു ഗൈഡിനെ കൂടെ കൂട്ടുന്നു മദീനയിലേക്ക് കൃത്യമായിട്ട് എത്താൻ. ഇവിടെ ഉസ്താദ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഉസ്താദ് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മുഹമ്മദ് നബി ഒരു ബഹുദൈവാരാധകനായ ഒരു അമുസ്ലിമിനെയാണ് കൂലി കൊടുത്ത് കൂടെ കൂട്ടിയത്. എന്താ സാഹചര്യം? അതുകൂടി പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. എന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇവന്മാരടിക്കുന്ന ഗോളുകളൊക്കെ സെൽഫ് ഗോളായി മാറുന്നത് എന്ന് നമ്മളിവിടെ പറഞ്ഞു കാണിക്കാം. നബിതങ്ങളെ വീട് വളഞ്ഞതാരായിരുന്നു? അത് മുഴുവനും ബഹുദൈവ വിശ്വാസികളായ മുസ്ലിമീങ്ങളായിരുന്നു. അതേ സമയത്ത് ഹബീബ് നബിതങ്ങൾക്ക് അങ്ങോട്ട് വർഗീയതയില്ല, അങ്ങോട്ട് വൈരാഗ്യമില്ല, അങ്ങോട്ട് വിദ്വേഷമില്ല. സത്യസന്ധനാണെന്ന് കണ്ട ഒരു മനുഷ്യന് നബിതങ്ങളെ പണം കൊടുത്തിട്ട് കൂടെ കൊണ്ടുപോവുകയാണ്. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? വർഗീയതയില്ല. മുശ്രിക്കുകളായിട്ടുള്ള അവിശ്വാസികൾ മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നും അതേ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ സത്യസന്ധനാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് കൂലി കൊടുത്താണ്ട് മുഹമ്മദ് നബി മദീനയിലേക്ക് വഴികാട്ടിയായിട്ട് കൂടെ കൂട്ടി എന്നതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സുഹൃത്തുക്കളെ? മുഹമ്മദ് നബിക്ക് അങ്ങോട്ട് വൈരാഗ്യമില്ല, വർഗീയതയില്ല, ഒന്നുമില്ല. വളരെ ലളിതമായിട്ട് ഒരു ചോദ്യം, എല്ലാ വിശ്വാസികളും ഒരു മിനിറ്റ് കണ്ണടച്ചിട്ട് ഈ ചോദ്യം ഒന്ന് കേൾക്കാം. മുഹമ്മദ് നബി 13 കൊല്ലം മക്കയിൽ അവരുടെ ദൈവങ്ങളെയും അവരുടെ ആരാധനകളെയും വിശ്വാസങ്ങളെയും അവഹേളിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അവിടെയെല്ലാം കറങ്ങി നടന്നിട്ട് അവസാനം മദീനയിലേക്ക് യാത്ര പോകാൻ തീരുമാനിക്കുന്നു. മദീനയിലേക്ക് മുഹമ്മദ് യാത്ര പോകുന്ന സമയത്ത് വീട് വളഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം, മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ഖുറൈശികളും അതിനുശേഷം മുഹമ്മദ് സമാനമായ രീതിയിൽ മറ്റൊരു ഗോത്രത്തെ വളയുന്ന മുഹമ്മദിന്റെ ചരിത്രവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്കൊരു വിഷയം നാളെയോ മറ്റന്നാളോ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം. അത് നിങ്ങൾ വെച്ചിട്ട് അപ്പോൾ കമ്പയർ ചെയ്യുക ആരാണ് എന്താണ് മഹത്തരമായ മാതൃക എന്നുള്ളത്. ഇനി എന്തായാലും യാത്രയ്ക്ക് പോകാൻ വേണ്ടി മുശ്രിക്കായ ഒരാളെ മുഹമ്മദ് നബി കൂടെ കൂട്ടി എന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബിയുടെ വർഗീയതയില്ലായ്മയെക്കുറിച്ചല്ല, പകരം മുശ്രിക്കുകൾ മുഹമ്മദിനെ രക്ഷിക്കാൻ എല്ലാ സമയത്തും ആഗ്രഹിച്ചിരുന്ന വലിയ വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ്. മുഹമ്മദിന്റെ വീട് വളഞ്ഞ ചരിത്രം നമുക്ക് വേറൊരു വിഷയമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വസ്തുത എന്തായിരുന്നു, ഇവർ ഈ പറയുന്ന രീതിയിലാണോ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇനി മുഹമ്മദിനെ മുശ്രിക്കുകൾ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ, മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ച് 2 വർഷം 2 തവണയായി നടന്ന ഉടമ്പടികളിൽ മുഹമ്മദിന് വേണ്ടി, മുഹമ്മദിന്റെ ഭാഗം സംസാരിക്കാൻ വേണ്ടി, മുഹമ്മദിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി മദീനയിൽ നിന്ന് വന്ന ആളുകളോട് സംസാരിക്കുന്നതും മുശ്രിക്കുകളാണ്. മുഹമ്മദിന്റെ ബന്ധുവായ മുശ്രിക്കാണ്. അവർ പറയുന്നുണ്ട് മുഹമ്മദ് ഇവിടെ സുരക്ഷിതനാണ്, മുഹമ്മദ് മദീനയിലേക്ക് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് ഉടമ്പടിയിൽ എഴുതുന്നുണ്ട്, അഖബ ഉടമ്പടിയിൽ എഴുതുന്നുണ്ട്. അത് മുഹമ്മദിന് വേണ്ടി ചെയ്യുന്നത് ആരാണ്? മുശ്രിക്കുകൾ. ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, തിരിച്ച് മക്കയിൽ നിന്നെത്തി മദീനയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ ആ മതം ഉപേക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എവിടുന്നും ആവാം, പാകിസ്ഥാനിൽ നിന്നാവാം, സൗദിയിൽ നിന്നാവാം, ഇപ്പോ ഈ ആധുനിക ലോകത്ത് പോലും ആവാം. ഇറാനിൽ നിന്ന് മതം ഉപേക്ഷിച്ചു എന്ന് പരസ്യമായിട്ട് പറയുകയും ഈ മതമൊന്നും യഥാർത്ഥ മതമല്ല, ഈ അള്ളയൊന്നും യഥാർത്ഥ ദൈവമല്ല എന്നൊരാൾ പ്രഖ്യാപിക്കുകയും എന്നിട്ട് അയാൾ ഒരു 10-13 കൊല്ലം അവിടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. 13 കൊല്ലം പോയിട്ട് 13 ദിവസം സൗദി അറേബ്യയുടെ മണ്ണിലോ മറ്റേതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലോ ഇസ്ലാം എന്ന് പറയുന്ന ദൈവത്തിന്റെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടും ആ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കരുത് എന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു ഇസ്ലാമിക ടെറിട്ടറിയിൽ 13 കൊല്ലം പോയിട്ട് 13 മിനിറ്റ് നിൽക്കാൻ പറ്റും. വിശ്വാസികളാണ് ആലോചിക്കേണ്ടത്. മുഹമ്മദ് നബിക്ക് വർഗീയത ഇല്ലാന്ന് പറയാൻ വേണ്ടി പേരോട് ഉസ്താദ് പറഞ്ഞ ഒരു തെളിവിനെ വെച്ച് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി അങ്ങനെ 13 ദിവസമല്ല 13 സെക്കൻഡ് കൊണ്ട് അയാൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചു. ഇതറിയുന്ന ഒരു മുസ്ലിം വഴിയിൽ വെച്ച് ഇയാൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ ഇയാളെ സഹായിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ രാജ്യത്ത് നിന്ന് അവരെ വളഞ്ഞു പിടിക്കാനും അവരെ കൊല്ലാനും വേണ്ടി രാജ്യം തീരുമാനിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ ഇങ്ങനെ മുർത്തതായ ഒരാൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ അന്നജി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിശ്വാസിയായ ഒരാൾക്ക് ഈ വ്യക്തിയെ രക്ഷപ്പെടാൻ സഹായിക്കാൻ പറ്റും? വിശ്വാസികൾ വെറുതെ ആലോചിച്ചാൽ മതി, ഞാൻ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല.
അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബിയുടെ വർഗീയതയില്ലായ്മയല്ല, മുഹമ്മദ് നബിയുടെ മാനവ സാഹോദര്യമല്ല മനസ്സിലാക്കേണ്ടത്, മറ്റു മനുഷ്യരുടെ സഹിഷ്ണുതയും മാനവിക ബോധവും ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. കാരണം ആ നൂറ്റാണ്ടിൽ അന്ന് ഖുറൈശികൾ കാണിച്ച മാന്യതയുടെ 10-1 പോലും ലോകത്ത് മുസ്ലിം വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് കാണിക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ മതി, വേറൊന്നുമില്ല. അപ്പൊ ഉസ്താദ് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഏതെങ്കിലും ഒരാളോ 2 ആളോ 10 ആളോ തെറ്റ് ചെയ്തതിനാൽ ഒരു സമുദായത്തെ ഒന്നടങ്കം കുറ്റം പറയാൻ പറ്റൂല, ഒന്നടങ്കം ആക്ഷേപിക്കാൻ പറ്റൂല, ശത്രുവായി കാണാൻ പറ്റൂല. ഹബീബ് നബി തങ്ങൾ അതിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതാണ് അടുത്തത്. ഉസ്താദ് പറഞ്ഞു തന്ന മൊഴിമുത്തുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ ഇന്നിപ്പോ ഇദ്ദേഹം പറയുന്നത് ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരെയും ശത്രുവായി കാണാൻ പറ്റൂല എന്നതിന്റെ കൂടി തെളിവാണ് എന്ത്? ബഹുദൈവാരാധകനായ ഒരാളെ മുഹമ്മദ് നബി ഗൈഡായിട്ട് കൂടെ കൂട്ടി എന്നുള്ളത്. നമ്മൾ ഇന്നലെ സംസാരിച്ച ബനൂ ഖുറൈളയിൽ എന്താ സംഭവിച്ചത്? ഒരാളോ 2 ആളോ ചെയ്ത ഒരു തെറ്റോ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ശ്രമമോ, അതിന്റെ പേരിലാണ് ഒരു ജനതയെ മുഴുവൻ, ഇന്നലെ ഇതിനു വേണ്ടി സംസാരിക്കാൻ വന്ന ഇസ്ലാമിസ്റ്റ് പറഞ്ഞത് ബനൂ ഖുറൈളയിലെ പുരുഷന്മാരെ മുഴുവൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമോ. നിങ്ങൾ ആലോചിക്കണം, രാവിലെ തുടങ്ങിയ തലവെട്ട് വൈകുന്നേരം വരെ നീണ്ടു നിന്നു എന്നാണ്. ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് ആ ജനതയുടെ മുമ്പിൽ വെച്ച് പുരുഷന്മാരെ മുഴുവൻ ഗുഹ്യരോമം മുളച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഗുഹ്യരോമം മുളച്ചിട്ടുള്ള മുഴുവൻ ആണുങ്ങളെയും തലവെട്ടി കൊക്കയിലിട്ടു, കുഴി വെട്ടിയിട്ട് അതിനകത്തിട്ട് മൂടി എന്നാണ്. ഒരാൾ ചെയ്ത തെറ്റോ 1-2 ആളുകൾ ചെയ്ത ഒരു ചർച്ചയോ ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരും ശിക്ഷിക്കാൻ പറ്റില്ല, എല്ലാവരും ശത്രുവാക്കാൻ പറ്റില്ല എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്നാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ച വീഡിയോ ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ജുറൈജ് ഒക്കെ പോയിട്ട് ഒന്ന് കാണണം, അതിൻ്റെ ആദ്യത്തെ 1 മണിക്കൂറെങ്കിലും എന്നാണ് പറയാനുള്ളത്. അപ്പൊ അതിന്റെ കഥ അതിനേക്കാളും മേലെ. ഇനി അടുത്തത്, കണിഞ്ഞ മനസ്സോടുകൂടെ ലോകസത്താവായ അള്ളാഹുവിനെ ആരാധിച്ചും അനുസരിച്ചും അള്ളാഹുവിൽ തവക്കുലാക്കിയുമുള്ള ജീവിതം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നു, അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുന്നു, അള്ളാഹു വെറുത്തതിനെ വെറുക്കുന്നു. എന്റെ രഹസ്യവും പരസ്യവും അള്ളാഹ് അറിയുന്നു എന്ന നിലയ്ക്ക് തഖ്വയോടെ ജീവിക്കുന്നു. അതാണല്ലോ അൽ ഇസ്ലാം. അപ്പൊ ഇനി ഉസ്താദിന്റെ ഒരു വസിയത്താണ്. നമ്മളിപ്പോൾ എത്ര നേരം കണ്ടതൊന്നല്ല ഇസ്ലാം, ഇപ്പൊ ഉസ്താദ് പറഞ്ഞതാണ് ഇസ്ലാം. അള്ള പറഞ്ഞതുപോലെ അള്ള പറഞ്ഞത് മാത്രം കേട്ട് തഖ്വയോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇസ്ലാമിനെ സ്വീകരിച്ച് ഇസ്ലാം പറഞ്ഞതുപോലെ ജീവിക്കണം എന്ന് ഉസ്താദ് നിങ്ങളോട് എല്ലാവരോടും വസിയത്ത് ചെയ്യണം. മുന്നറിയിപ്പ് കഴിഞ്ഞു, ഇനി അടുത്തത് വസിയത്താണ്. ഇസ്ലാമനുസരിച്ചുള്ള ജീവിതം നയിക്കണമെന്ന് എന്റെ യുവാക്കളോട്, പെൺകുട്ടികളോട്, ഉമ്മമാരോട്, പെങ്ങന്മാരോട്, സഹോദരന്മാരോട്, കാരണവന്മാരോട് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരോടും വസിയത്ത് ചെയ്യാണ്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞുതരും. നമുക്ക് സമയമല്ല, വേഗം വേഗം തീർക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകണ്ട, ആലിമീങ്ങളെ നിന്ദിക്കുന്നവന്റെ കൂടെ നടക്കണ്ട, ആലിമീങ്ങളെ കുറ്റം പറയുന്നവന്റെ കൂടെ ബന്ധം പുലർത്തണ്ട. മാത്രം പോരാ, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരുടെ കൂടെയും ഇസ്ലാമിനെ നിന്ദിക്കുന്നവരുടെ കൂടെ മാത്രമല്ല, വേറെയും ചില ആൾക്കാരോട് കൂടെ കൂടരുത് എന്നാണ് ഉസ്താദ് പറയുന്നത്. അവരെ കൂട്ടിപ്പിടിച്ചാൽ അവരിലേക്ക് മനസ്സ് ചാഞ്ഞാൽ അല്ലാഹ് പറയുന്ന പതമസ്സകു മുന്നാർ, നിങ്ങളെ നരകം സ്പർശിക്കുമേ. കണ്ടോ, ഉസ്താദ് നേരത്തെ എന്താ പറഞ്ഞ്? അവിശ്വാസിയെയും കൂടെ കൂട്ടാം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ അനുയായി പറയാണ്, അവിശ്വാസികളെ, മതത്തെ വിമർശിക്കുന്നവരെ, അള്ളാഹിനെ വിമർശിക്കുന്നവരെ, മുഹമ്മദ് നബിനെ വിമർശിക്കുന്നവരെ, പണ്ഡിതന്മാരെ വിമർശിക്കുന്നവരെ ഒന്നും കൂടെ കൂട്ടരുത്. അവരെ കൂടെ കൂട്ടി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും എന്നാണ്. ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് മതവിശ്വാസം നഷ്ടപ്പെടുന്നവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി സമൂഹം ഒന്നടങ്കം സമ്മർദ്ദം ചെലുത്തുന്നതും. എന്തുകൊണ്ടാ? അവരോട് ചേർന്ന് നിന്നാൽ നരകത്തിൽ പോകുന്നുള്ള പേടിയാ, ഇവരുടെ കൂടി വിശ്വാസം പോകും എന്നുള്ള പേടിയാണ്. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉസ്താദ് പറഞ്ഞുതരും. അതുകൊണ്ട് തെമ്മാടികളെ കൂടെ നടക്കണ്ട, തോന്നിവാസികളെ കൂടെ ജീവിക്കണ്ട,
ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവന്റെ കൂടെ നടക്കണ്ട, സയ്യിദന്മാരെ നിന്ദിക്കുന്നവന്റെ കൂടെ നടക്കണ്ട, ഔലിയാക്കളെ നിന്ദിക്കുന്നവന്റെ കൂടെ നടക്കണ്ട. അത് നമ്മളെ ആസറം നഷ്ടപ്പെടുത്തുന്ന വഴിയാട് കേട്ടോ. അപ്പൊ ആരുടെ കൂടെ നടക്കണ്ട? ഇത്രയൊക്കെ ആൾക്കാരുടെ കൂടെ അല്ല, ഇനിയും ഉണ്ട് ചില ആളുകളുടെ കൂടെ നടക്കണ്ടെന്ന്. മുസ്ലിങ്ങളിൽ തന്നെ പെടുന്ന ചില ആളുകളുടെ കൂടെ നടക്കരുത് എന്ന് ഉസ്താദ് പറഞ്ഞുതരും. അല്ലാഹ് പറഞ്ഞില്ലേ, നമ്മളെ ഖുർആനിലുള്ള ആയത്തുകളെ പരിഹസിക്കുന്നവരെ കണ്ടാൽ, അതാ ഇസ്ലാം ദീനിനെ ചോദ്യം ചെയ്യുന്നവരെ കണ്ടാൽ, അതേ ഫഅരിദുന്നും നിങ്ങൾ ആ വഴിക്ക് പോകാൻ പാടില്ല. ഖുർആനിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ നിന്ദിക്കുന്ന, പ്രവാചകനെ വിമർശിക്കുന്ന സ്ഥലം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വഴിക്ക് നിങ്ങൾ പോകരുത് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അപ്പൊ ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഇത്തരം സീനുകളിൽ നിന്ന് നിങ്ങൾ പരമാവധി വേഗത്തിൽ പോകണം. ഇനി ഏതെങ്കിലും ഇബ്ലീസിന്റെ ഷർറ് കൊണ്ട് നിങ്ങൾ അറിയാതെ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾക്ക് ആ ബോധം വരുന്ന സമയം രക്ഷപ്പെട്ടോളണം എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത്. അവരെ തെറ്റായ ആശയം, തെറ്റായ പ്രവർത്തനം അവര് നിർത്താത്ത കാലത്തോളം അവരുടെ വഴിക്ക് പോകാൻ പാടില്ല. അതാ അക്രമം ചെയ്യുന്നവരുടെ കൂടെ ശൈത്താൻ നിന്നെ മറപ്പിച്ചിട്ട് നീ ഇരുന്ന് പോയാൽ, ഓർമ്മ വന്നാ പിന്നെ ഇരിക്കാൻ പാടില്ല. അതാണ്, ഒരു അബദ്ധത്തിലോ ഒരു ആവേശത്തിലോ ഒക്കെ ഇവിടെ വന്ന് നിന്നതാണെങ്കിൽ പിന്നെ ഇവിടെ അത് ഓർമ്മ വരുന്ന സമയം, ആ സമയത്ത് തന്നെ ഇവിടുന്ന് തടിയെടുത്തോളണം എന്നാണ് പറയുന്നത്. മനുഷ്യനാരെ സ്നേഹിച്ചോ അവന്റെ കൂടെയാണ് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്യപാനികളെ സ്നേഹിച്ചൂടാ, ആഖിറത്തിലെത്തുമ്പോൾ നമ്മൾ അവന്റെ കൂടെയായിരിക്കും. നമ്മൾ പലിശക്കാരനെ സ്നേഹിച്ചൂടാ, നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ അവന്റെ കൂടെയായിരിക്കും. നമ്മൾ മുജാഹിദിനെയും ജമാഅത്തുകാരനെയും തബ്ലീഗുകാരനെയും രാജത്വരീക്കത്തുകാരനെയും സ്നേഹിച്ചൂടാ, ആഖിറത്തിലെത്തുമ്പോൾ അവന്റെ കൂടെയായിരിക്കും. അതുപോലെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനെ സ്നേഹിച്ചൂടാ, ആലിമീങ്ങളെ കുറ്റം പറയുന്നവനെ സ്നേഹിച്ചൂടാ, ആഖിറത്തിലെത്തുമ്പോൾ അവന്റെ കൂടെയായിരിക്കും. അപ്പൊ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുമ്പോ സ്നേഹിക്കപ്പെടേണ്ടവരെ സ്നേഹിക്കണം, വെറുക്കേണ്ടവരെ വെറുക്കണം. വെറുക്കുക എന്ന് പറഞ്ഞതിനർത്ഥം അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അവരെ ഉപദേശിച്ചുകൂടാ എന്നല്ല. അപ്പോ ആരോടൊക്കെ സ്നേഹിച്ചുകൂടാന്ന് ചോദിച്ചാൽ മുജാഹിദുകള്, ജമാഅത്ത് ഇസ്ലാം, തബ്ലീഗ് ജമാഅത്തി തുടങ്ങിയ ആരെയും സ്നേഹിച്ചൂടാ എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇനി സ്നേഹിച്ചൂടാന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അള്ളാഹ് വെറുക്കുന്നവരെ വെറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറുക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. മനുഷ്യനെ വെറുക്കണം വിശ്വാസത്തിന്റെ പേരിൽ എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് താങ്കൾ ഇവിടെ നിൽക്കുന്നത്. ലോകത്തുള്ള സകല ഇസ്ലാം അല്ലാത്ത എല്ലാത്തിനെയും വിമർശിക്കുക എന്നത് ജീവിതവ്രതമാക്കിയ ഒരു മതം. ആ മതത്തിന്റെ ആളുകൾ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചാൽ, ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ, ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഖുർആനിനെ വിമർശിച്ചാൽ ഉടനെ അവനെ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്നു. ആശയപ്രചാരണം നടത്തുന്നവരെ അതിൻ്റെ പേരിൽ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ. ഇതിൽ കൂടുതൽ ഇസ്ലാമിന്റെ മാനവികത മനസ്സിലാക്കാൻ വേറെ എങ്ങോട്ടാ പോകേണ്ടത്?